ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പലരും പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു അവരുടെ അനുഭവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് വരാൻ കാരണം നമ്മൾ ഒരുപാട് ജീവിക്കുമ്പോൾ, നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അനുഭവമായിട്ട് വരും. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഇന്ന് ഗുരുപൂർണിമയാണ്. ഗുരുപൂർണിമയാകുമ്പോൾ എല്ലാവരും ഗുരുവിനെ നമസ്കരിക്കുന്ന, വന്ദിക്കുന്ന ഒരു പുണ്യ ദിവസം. ആരാണ് ഗുരു? അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആരും ഗുരുവാണോ? ഒരാൾ മാത്രമാണോ ഗുരു? അല്ലെങ്കിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടോ? നമുക്ക് ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞത് പ്രകൃതി തന്നെയാണ്. പല പാഠങ്ങളും നമുക്ക് ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്നത് പ്രകൃതി തന്നെയാണ്. പ്രകൃതിയിലെ പല കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം, പക്ഷേ അതിലൂടെ നമുക്ക് വലിയ വലിയ തത്വങ്ങളടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ സ്വഭാവത്തിനെ, നമ്മുടെ ജീവിത രീതിയെ ഒക്കെ മാറ്റിമറിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതി തന്നെയാണ്. അതിൻ്റെ തുടക്കം കുറിക്കുന്ന ആരാണ്? അമ്മ. അമ്മയാണ് ഏറ്റവും വലിയ ഗുരു. അമ്മയിലെ കവിഞ്ഞിട്ട് നമുക്ക് ആരും ഒരു ഗുരുവില്ല. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യിക്കുകയും അതിനെ പരിശീലിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുമൊക്കെ ചെയ്തിട്ടുള്ളത് അമ്മയാണ്. അപ്പം ഇന്ന് ഗുരുവിനെ വന്ദിക്കാൻ നമ്മൾ ആദ്യമായിട്ട് വന്ദിക്കേണ്ടത് അമ്മയാണ്. പിന്നെ അച്ഛനാണ്. അമ്മ എന്ത് പറഞ്ഞു തന്നാലും അച്ഛനാണ് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയതും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നതും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അമ്മ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്ത മനുഷ്യൻ. ഒരുപക്ഷെ അമ്മ എന്ന് പറഞ്ഞ കുടുംബത്തിൽ കത്തി നിൽക്കുന്നൊരു നിലവിളക്കാണ്, അല്ലേ? ആ നിലവിളക്കിന് മുമ്പിൽ ഒരു കരിന്തിരിയായിട്ട് ഒരു സൈഡിലേക്ക് മാറി നിന്ന ആളായിരിക്കാം അച്ഛൻ. പക്ഷെ അച്ഛൻ എന്ന ആ ഒരു വടവൃക്ഷം അവിടെ എങ്ങനെ വളർന്ന് പന്തലിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് അധികം വെയിലേൽക്കാതിരുന്നത്. ജീവിതത്തിലെ പല ദുരനുഭവങ്ങളും നമുക്കില്ലാതിരിക്കാൻ കാരണം നമ്മുടെ അച്ഛനായിരുന്നു. അമ്മ നമ്മെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനും നമ്മളെ കോൺഫിഡൻസ് പകർന്നു തരാനും ആത്മവിശ്വാസം പകർന്നു തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മയുണ്ടായിരുന്നെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ഒത്താശകൾ ചെയ്ത ഒരു മനുഷ്യനാണ്. നിശബ്ദ ജീവിയാണ് അച്ഛൻ. പലപ്പോഴും അച്ഛനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. എങ്കിലും അദ്ദേഹമില്ലായിരുന്നെങ്കിൽ, അപ്പോൾ അമ്മ, മാതാപിതാ, ഗുരുദൈവം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും വലിയൊരു അധ്യയനം നമുക്ക് കിട്ടില്ലായിരുന്നു. ഒരു പഠിപ്പും നമുക്ക് കിട്ടില്ലായിരുന്നു അച്ഛനും അമ്മയില്ലായിരുന്നെങ്കിൽ. നമ്മളെ ഉണ്ടാകുമായിരുന്നില്ല, അത് കാര്യം വേറെ. അത് കഴിഞ്ഞു. പിന്നെ ആരാണ് ഗുരു? പിന്നെ നമ്മൾ പോകുന്നത് വിദ്യാലയത്തിലേക്കാണ്, അല്ലേ? ചെറിയൊരു ക്ലാസ്സിൽ അവിടെ നമ്മൾ വിദ്യാഭ്യാസം, അവിടെ ഉണ്ടല്ലോ ഗുരു. അപ്പോൾ ആ ഗുരു ഞങ്ങൾ താമസിക്കുന്നത് എയർപോർട്ടിന് തൊട്ടടുത്താണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ശബ്ദ നിയന്ത്രണം വരുത്തിയാലും ഇത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ഒരു ശല്യമുണ്ട്. പിന്നെ ഞങ്ങൾ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് ആ ഒരു സൗകര്യം അനുസരിച്ചുള്ള നമ്മൾ ഈ വീഡിയോ പ്രോഗ്രാമിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള അഭിപ്രായങ്ങളിൽ നിന്ന്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ പിന്നെ അടുത്ത ഗുരു വരുന്നത് വിദ്യാഭ്യാസം തരുന്ന നമ്മളെ ആ അമ്മ, അല്ലേ? എന്ന് തുടങ്ങുന്ന അമ്മയാണ്. ആദ്യത്തെ അക്ഷരം നമ്മളെ പഠിപ്പിക്കുന്ന ആ അമ്മ. അത് മുതൽ നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുനാഥന്മാരാണ്, അല്ലേ? അപ്പോൾ അവർ നമ്മളെ ഗുരുക്കളാണ്. പിന്നെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, നമുക്ക് നന്നാവാൻ, മുന്നോട്ട് പോകാൻ വേണ്ട ഉപദേശങ്ങൾ തരുന്ന ഓരോ വ്യക്തിയും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് എപ്പോഴും കണ്ടുപോയ പല വ്യക്തികളും പല കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും. അതൊക്കെ പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെ ഗുരുക്കന്മാരാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ കാലോട്ട് വന്നേച്ച്
ഗുരു എന്ന് പറഞ്ഞ് കാല് കഴുകി വെള്ളം കുടിക്കുന്നതിലുള്ള അർത്ഥം ആദ്യം ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതൊരു വ്യക്തി മാത്രമല്ല, അതൊരു വ്യക്തിക്ക് പകരം ഒരു ശക്തിയായി മാറിയാൽ ഏറ്റവും ഉത്തമം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഒരുപാട് വ്യക്തികൾ പോകുന്നുണ്ട്, നമ്മുടെ ഗുരു തുല്യന്മാരായിട്ടുള്ള. അവർക്കെല്ലാം ഇന്നത്തെ ദിവസം നന്ദി, നമസ്കാരം. അവരെ നമിക്കുന്നു, ബഹുമാനത്തോടെ ആ പാത നമ്മൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. കാരണം നമ്മളെ ജീവിതം എന്തെന്ന് പഠിപ്പിച്ച ഗുരുതുല്യരായ എല്ലാവർക്കും ഈ ദിവസം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മയൊക്കെ നല്ല വിധത്തിൽ നയിച്ച് ഇതുവരെ ഒരു വേണ്ടാത്ത രീതിയിൽ പോകാനൊരു കൂട്ടുകെട്ട് ഇടപെടാതെ പോകാനോ, അതുപോലെ ദൂഷ്യങ്ങൾ പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ ആരെല്ലാവരും വെറുക്കപ്പെടാതിരിക്കാനോ, അതുപോലെ തന്നെ ദുശ്ശീലങ്ങളൊന്നും നമ്മളെ അടിമയാക്കാതെ നമ്മൾ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയൊരു പുതിയ വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.